എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഇൻകം കോൺസെപ്റ്റ് എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാഷണൽ ഇൻകം കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നാഷണൽ ഇൻകം കോൺസെപ്റ്റിൻ്റെ കുറച്ച് ഭാഗം, അതുപോലെ തന്നെ സെക്ടറൽ കോമ്പോസിഷൻ ഓഫ് GDP, ഇതിൻ്റെ ഒരു മൂന്നാമത്തെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇവിടെ പ്രധാനമായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 രീതികളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് ഒരു ക്ലാസ് ചെയ്തു. ഓക്കെ, പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് സെക്ടറൽ കോമ്പോസിഷൻ ഓഫ് GDP ആയിരിക്കും. അതിനുശേഷം നമുക്ക് തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, അതുപോലെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്, കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് സെൻട്രൽ ബാങ്ക് റോൾ ആൻഡ് ഫംഗ്ഷൻ, അതുവരെയുള്ള ക്ലാസ് നമ്മൾ അടങ്ങുന്ന നോട്ട്, അതായത് നമ്മുടെ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് തുടങ്ങി റോൾ ആൻഡ് ഫംഗ്ഷൻസ് വരെയുള്ള ഒരു നോട്ടായിരിക്കും നമ്മളിനി ഷെയർ ചെയ്യാൻ പോവാം. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസ്, ഡിസ്പേർഷൻ, സിമ്പിൾ കോറിലേഷൻ ഇൻ എക്കണോമിക്സിൻ്റെ നോട്ടിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ PPT നോട്ട് ഉണ്ടായിരിക്കും. ആ വിഷയത്തിൻ്റെ പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഈ സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നാഷണൽ ഇൻകം കോൺസെപ്റ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ, മൊത്തം ദേശീയ ഉൽപ്പന്നം എന്താണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് GNP, രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം, ഇല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അപ്പോൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് GNP കണക്കാക്കുമ്പോൾ സ്വീകരിക്കുക. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം, മണി വാല്യൂ ആണ് GNP. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ഇത് നമ്മുടെ GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഉപഭോഗത്തിനായി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഫൈനൽ ഗുഡ്. ഉദാഹരണം, തുണി, നൂല്, ബട്ടൺസ് എന്നീ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഷർട്ട് ഒരു അന്തിമ ഉൽപ്പന്നമാണ്. തുണി, നൂൽ, ബട്ടൺസ് ഒക്കെ അന്തരാള ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഇവിടെ ഫൈനൽ ഗുഡ്, അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത് നമ്മുടെ ഷർട്ടാണ്. അപ്പോൾ അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ സ്വീകരിക്കുക, നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെ സേവനങ്ങളുടെ പണമൂല്യം അറിയപ്പെടുന്നതാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ഉദാഹരണം, ഒരു ഷർട്ടിന്റെ മൂല്യത്തിൽ അതിന്റെ അസംസ്കൃത വസ്തുക്കളായ ബട്ടൺസ്, നൂല്, തുണി എന്നിവയുടെ മൂല്യം ഉൾപ്പെട്ടിരിക്കുന്നു. ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം നമ്മൾ കണക്കാക്കുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മൾ പറഞ്ഞതാണ്. ഇനി അതിന്റെ ഭാഗമായിട്ട് തന്നെ മൊത്ത ദേശീയ ഉൽപ്പന്നം ഈ കമ്പോള വിലയിൽ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, GNP MP എന്ന് പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കണക്കാക്കാം? ഇപ്പൊ നമ്മുടെ മൊത്ത ദേശീയ ഉൽപ്പന്നം മാർക്കറ്റ് പ്രൈസ് ആണ്, കമ്പോള വിലയിൽ എങ്ങനെയാണ് GNP കണക്കാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് സ്വാഭാവിക താമസക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ ചരക്ക് സേവനങ്ങളുടെ കമ്പോള വിലയിലുള്ള മൂല്യമാണ്. അപ്പോൾ ഒരു രാജ്യത്തെ സ്വാഭാവിക താമസക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന, ആ രാജ്യത്തിനകത്ത് താമസക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ ചരക്ക് സേവനങ്ങളുടെ കമ്പോള വിലയിലുള്ള മൂല്യമാണ് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. രാജ്യത്തെ പൗരന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാമ്പത്തിക ഉൽപ്പന്നമാണ് ഇത് കണക്കാക്കുന്നത്. പൗരന്മാർ ആഭ്യന്തര സമ്പദ്ഘടനയിലോ വിദേശത്തോ എന്നത് ഇവിടെ വിഷയമല്ല. അപ്പൊ ഇവിടെ നമ്മുടെ രാജ്യത്തെ പൗരന്മാരായാൽ മതി, ഇവിടെ രാജ്യത്തിനകത്താവണമെന്നില്ല. ഇന്ത്യക്കാരനാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനി വിദേശത്ത് വർക്ക് ചെയ്യുന്നതൊക്കെ ഇവിടെ വരും, നമ്മുടെ GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ വരും. അപ്പൊ ഇവിടെ പൗരന്മാര് ആഭ്യന്തര സമ്പദ്ഘടനയിലുള്ള വിദേശത്താണെന്നുള്ള വിഷയമല്ല, ഇവിടെ ഇന്ത്യയിലുള്ള ആരും അത് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഈ GNPയിലായിരിക്കും കാൽക്കുലേറ്റ്. ഇനി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും, അവിടെ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ കമ്പോള വിലയിലാണ് മൂല്യം നിശ്ചയിക്കുന്നത്. GNP MP ഈക്വൽസ് GDP MP, GDP മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നാണ് NFIA എന്ന് പറയുന്നത്. അപ്പോൾ GNP MPയുടെ ഇക്വേഷൻ എന്താണ്? GDP MP പ്ലസ് NFIA. അപ്പോൾ ഇത് ശരിക്കും പഠിച്ചു നോക്കണം. ഇതൊക്കെ വരുന്ന കാൽക്കുലേഷൻ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡേറ്റ ഒക്കെ അവിടെ തന്നിട്ടുണ്ടാവും. GNP MP കാണാനായിരിക്കും പറയാം. അപ്പോൾ അവിടെ GDP MP തന്നിട്ടുണ്ടായിരിക്കും, NFIA തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും കൂട്ടിയാൽ മതി. അപ്പോൾ ചിലപ്പോൾ അത് കുറച്ചിട്ടുള്ള ആൻസർ ഓപ്ഷനിലുണ്ടാവും, രണ്ടും കൂട്ടിയിട്ടുള്ള ഉണ്ടാവും, രണ്ടും ഗുണിച്ചിട്ടുള്ള ഉണ്ടാവും, രണ്ടും മൾട്ടിപ്ലൈ ചെയ്തു, 2 ഡിവൈഡ് ചെയ്ത് ആൻസർ ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ GNP MP കാണാനുള്ള ഇക്വേഷൻ GDP MP പ്ലസ് NFIA എന്നുള്ളതാണ്. GNP വന്നുകൊണ്ട് അവിടെ നമ്മൾ എന്ത് കൂട്ടണം? രാജ്യത്തിനകത്തും പിന്നെ ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്തുള്ളതും. അതുകൊണ്ടാണ് GDP പ്ലസ് NFIA
എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉൽപാദനത്തിന്മേൽ ഈടാക്കുന്നതാണ് ഉൽപാദന നികുതികൾ. നമ്മൾ പറഞ്ഞതാണ് ഉൽപാദനത്തിന്മേൽ ഈടാക്കുന്നതാണ് ഉൽപാദന നികുതികൾ എന്ന് പറഞ്ഞു. ഇനി നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. എന്താണ് NFIA? ഒരു സമ്പദ്ഘടനയ്ക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഘടക വരുമാനവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നൽകുന്ന ഘടന വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് NFIA. അപ്പോൾ ഒരു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഘടക വരുമാനം, അപ്പൊ അതായത് നമ്മുടെ ഇന്ത്യക്കാരായ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർ ജോലി ചെയ്യുന്നതിന് അവർക്ക് കിട്ടുന്ന സാലറി ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അവരോട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന റെമ്യൂണറേഷൻ, അതിന് കിട്ടുന്ന ഡിവിഡൻഡ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ ഇന്ത്യക്കാരായ ആളുകൾ. അപ്പോ അത് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന വരുമാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർക്കും ഈ പറയുന്ന ഘടക വരുമാനം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വിദേശ രാജ്യത്ത് നിന്ന് കിട്ടിയതും നമ്മൾ വിദേശീയരായ ആളുകൾക്ക് അങ്ങോട്ടേക്ക് കൊടുത്തതും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് NFIA. അപ്പോൾ ഒരു സമ്പദ്ഘടനയ്ക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഘടക വരുമാനവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നൽകുന്ന ഘടക വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഘടക വരുമാനം നമുക്ക് വേജ് സാലറി എന്ന് പറയും. അപ്പം ഇന്ത്യക്കാരായ ആളുകൾക്ക് വിദേശത്ത് കിട്ടുന്ന വേജ് സാലറി, അതുപോലെ തന്നെ വിദേശീയരായ ആളുകൾക്ക് ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന വേജ് സാലറി, ഒരു ഉദാഹരണം പറയണം, അത് തമ്മിലുള്ള വ്യത്യാസം അതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യക്കാരായ വിദേശീയരെ, നമ്മളിപ്പോ പ്രവാസികളായ ആളുകളൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ വിദേശീയരായ ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് അയക്കുന്ന വരുമാനം, അപ്പൊ അവർക്ക് കിട്ടുന്നൊരു സാലറി, ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്, ഒരു 10 ലക്ഷം. ഓക്കെ, 10 ലക്ഷം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടേക്ക് അയക്കുന്നു. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് ഒരു 6 ലക്ഷം ഇവിടെയുള്ള ജോലിക്കാർക്ക് കൊടുക്കുന്നു, വിദേശീയരായ ആളുകൾക്ക്. അപ്പോ അതിന്റെ വ്യത്യാസം എത്രയായിരിക്കും? 10 ലക്ഷം മൈനസ് 6 ലക്ഷം, 4 ലക്ഷം ആയിരിക്കും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ NFIA FIFA മൈനസ് FITA. അപ്പൊ ഇവിടെ ഓരോന്ന് പറയുന്നത് എന്താണ് FIFA എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അതൊന്ന് കൊടുക്കണം. യെസ്, ഈക്വൽ സൈൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്, നോക്കാം. ഇപ്പൊ പറഞ്ഞ പോലെ NFIA ഈക്വൽ FIFA മൈനസ് FITA. എന്താണ് ഫിഫ എന്ന് പറയുന്ന പോലെ FIFA ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അതാണ് FIFA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി FITA ഫാക്ടർ ഇൻകം ടു എബ്രോഡ്. ഓക്കെ, അതാണ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡിൽ നിന്ന് ഫാക്ടർ ഇൻകം ടു എബ്രോഡിലേക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. ആ ഇക്വേഷനൊക്കെ ശരിക്കും പഠിക്കുക. ഓക്കെ, അപ്പോൾ മൊത്തം ദേശീയ ഉൽപ്പന്നം ഘടക ചെലവ് അടിസ്ഥാനമാക്കിയിട്ട്, ഇനി ഫാക്ടർ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്, ഘടക ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൊത്തം ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ പറയും മാർക്കറ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ പറയും, അതുപോലെ തന്നെ ഫാക്ടർ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ പറയും. അതായത് ഘടക ചെലവ് മലയാളത്തിലായിരിക്കും. മൊത്ത ദേശീയ ഉൽപ്പന്നം ഇനി നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? GNPFC ഘടക ചെലവ് അടിസ്ഥാനമാക്കുന്നത്. അപ്പോൾ ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിലാണ് നമ്മളിത് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു വർഷം ഒരു രാജ്യത്തെ ഉൽപാദക ഘടകങ്ങൾക്ക് ലഭിക്കുന്നത്, ഉൽപാദക ഘടകങ്ങൾ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷന് കിട്ടുന്ന ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിലാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ GNPFC എന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നം അറ്റ് ഫാക്ടർ കോസ്റ്റ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? GNPMP മൈനസ് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് GNPMP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നെറ്റ് പ്രൊഡക്റ്റ് ടാക്സ്, അത് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ GNPFC ഈക്വൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? GNPMP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? NIT എന്ന് പറയുന്നത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ഓക്കെ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി എന്നുള്ള രീതിയിലാണത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. കമ്പോള വിലയിൽ കണക്കാക്കി NNPയുടെ കൂടെ സബ്സിഡി കൂട്ടുകയും വേണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ദേശീയ വരുമാനം അഥവാ ഉൽപാദക ചെലവിലുള്ള അറ്റ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ഉപയോഗിക്കുന്നതാണ് ഇത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്.
മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനം. അപ്പോൾ നോക്കുക, ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അപ്പോൾ ഇത് രാജ്യത്തിനകത്താണ്, രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലാണ്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 1934 GDP എന്ന ആശയം ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് US നിന്നുള്ള നോബൽ സമ്മാന ജേതാവായ സൈമൺ കൂസ്നെറ്റ് ആണ്. അപ്പോൾ അത് പഠിച്ചു നോക്കുക. GDP എന്ന ആശയം ആദ്യമായിട്ട് ആവിഷ്കരിച്ച് US നിന്നുള്ള നോബൽ സമ്മാന ജേതാവായ സൈമൺ കൂസ്നെറ്റ് ആണ്. ഇന്ത്യയിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്ന വരുമാനം, വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയൊക്കെ ലാഭം, അതായത് ഇവിടെ രാജ്യത്തിനകത്ത് മാത്രമുള്ളതാണ്. കാരണം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ രാജ്യത്തിന് വിദേശത്തുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അവിടുന്ന് കിട്ടുന്ന വരുമാനം ഒന്നും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണം, അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സ്ഥാപനത്തിന്റെ ലാഭം അമേരിക്ക GDP-യിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യ അതിലെന്താ ചെയ്യുന്നത്, ഇന്ത്യ GNP-യിൽ ഉൾപ്പെടുത്തുക. കാരണം GNP-യിൽ രാജ്യത്തിനകത്തും പുറത്തുള്ള വരുമാനം കിട്ടുന്നൊക്കെ അതിൽ കൊടുക്കണം. എന്നാൽ GDP-യിൽ എന്ത് ചെയ്യുന്നില്ല, അത് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കാരണം രാജ്യത്തിനകത്തുനിന്നല്ല ആ ഒരു പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സ്ഥാപനം ലാഭം അമേരിക്ക GDP ആണ് ഉൾപ്പെടുത്തുക, ഇന്ത്യ GNP-യിൽ ഇന്ത്യ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു വർഷം ആഭ്യന്തര സമ്പദ്ഘടന ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ചരക്ക് സേവനങ്ങളുടെ മൂല്യമായാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഇനി ഇവിടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം നമ്മൾ കമ്പോള വിലയിൽ GNP അറ്റ് ഫിക്സഡ് കോസ്റ്റ്, അതുപോലെ തന്നെ GNP മാർക്കറ്റ് പ്രൈസിലും നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. രണ്ട് രീതിയിലും മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഫിക്സഡ് കോസ്റ്റിലും പിന്നെ മാർക്കറ്റ് പ്രൈസിലും നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശത്തിനകത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ആകെ അന്തിമ ചരക്ക് സേവനങ്ങളുടെ കമ്പോള വിലയാണ് എന്ന് പറയുന്നത് GDP. വിദേശ കമ്പനിയുടെ ഉടമസ്ഥതയിലാണോ പ്രാദേശിക കമ്പനിയുടെ ഉടമസ്ഥതയിലാണോ എന്ന് പരിഗണിക്കാതെ സ്വദേശികളോ വിദേശികളോ നടത്തുന്ന ഉൽപാദനത്തിന്റെ മൂല്യം കണക്കിലെടുക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ രാജ്യത്തിനകത്ത് ആരെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അവരുടെയൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വരുമാനം നമ്മൾ എവിടെ ഉൾപ്പെടുത്തുന്നു, GDP-യിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ എല്ലാത്തിനും മൂല്യം കമ്പോള വിലയിലാണ് കണക്കാക്കുന്നത്. എല്ലാത്തിൻ്റെയും മൂല്യം നമ്മൾ എങ്ങനെ കണക്കാക്കുന്നു, കമ്പോള വിലയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ GDP MP മാർക്കറ്റ് പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, C+I+G+X-M എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഇത് ഇക്വേഷൻ ആണ് വരുന്നത്, ഈക്വൽ സൈൻ ആണ്. യെസ്, അപ്പൊ നോക്കാം. ഈ GDP MP ഈക്വൽ C+I+G+X-M എന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GDP MP കൺസംഷൻ പ്ലസ് I+G+X-M. ഇനി ഓരോ നോക്കാം. C എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ അന്തിമ ഉപഭോഗ ചെലവ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ. I എന്ന് പറഞ്ഞാൽ അന്തിമ നിക്ഷേപ ചെലവ്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. G എന്ന് പറഞ്ഞാൽ സർക്കാർ വാങ്ങുന്ന സാധനങ്ങളുടെ മേലുള്ള ചെലവാണെന്ത്, G എന്ന് പറയുന്നത്, സർക്കാർ വാങ്ങുന്ന സാധന സേവനങ്ങളുടെ മേലുള്ള ചെലവ്. X - M എന്ന് പറഞ്ഞാൽ അറ്റ കയറ്റുമതി, ഇമ്പോർട്ട്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, X - M. X ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, X എന്ന് പറയുന്നത് എക്സ്പോർട്ട്, M ഇമ്പോർട്ടുമാണ്. അല്ലെങ്കിൽ GDP MP ഈക്വൽ GDP FC പ്ലസ് NIT, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇവിടെ എന്താണ് NIT എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അറ്റ പരോക്ഷ നികുതി. ഇനി മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം നമ്മൾ ഘടക ചെലവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, ഫാക്ടർ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്ന് കമ്പോള വിലയിലുള്ള അറ്റ ഉൽപ്പന്ന നികുതി കുറക്കുമ്പോൾ ലഭിക്കുന്നതാണ് GDP FC. ഇപ്പൊ നോക്കാം, ഉപഭോക്താക്കൾ വിപണിയിൽ നൽകുന്ന വിലയാണ് കമ്പോള വില. ഇതിൽ ഉൽപ്പന്ന നികുതിയും സബ്സിഡിയും ഉൾപ്പെടുന്നു. ഘടകച്ചെലവ് എന്നാൽ ഉൽപാദകർക്ക് ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന വിലയാണ്. അതിനാൽ കമ്പോള വിലയിൽ നിന്നും അറ്റ പരോക്ഷ നികുതി കുറച്ചാൽ ഘടക ചെലവ് ലഭിക്കുന്നു. അപ്പോൾ ഘടക ചെലവ് എന്നാൽ എന്താണ്, ഉൽപാദകർക്ക് ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന വിലയാണത് ഘടക ചെലവ്. അതിനാൽ കമ്പോള വിലയിൽ നിന്നും അറ്റ പരോക്ഷ നികുതി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഘടക ചെലവ് ലഭിക്കുന്നു. അപ്പോൾ ഒരു വർഷം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കകത്ത് ഉൽപാദന യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ പണപരമായ മൂല്യമാണ് GDP FC കാണിക്കുന്നത്. GDP MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇവിടെ ഈക്വൽ വരുന്നുണ്ട്. ഓക്കെ, GDP MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കാനുള്ളത് അറ്റ ദേശീയ ഉൽപ്പന്നം, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് NNP.
NNP മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്. NNP എങ്ങനെ കാണാം? മൊത്ത ദേശീയ ഉൽപ്പന്നം GNP മൈനസ് തേയ്മാന ചെലവ്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറക്കുമ്പോൾ ലഭിക്കുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം. ശരിക്കും പഠിച്ചു നോക്കുക. യന്ത്ര സാമഗ്രികളും മറ്റു സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് സംഭവിക്കുന്ന തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവാണ് തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് തേയ്മാന ചെലവ് എന്ന് പറഞ്ഞാൽ യന്ത്ര സാമഗ്രികളും മറ്റു സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് സംഭവിക്കുന്ന തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവാണ് ഇത് തേയ്മാന ചെലവ്, ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്. തേയ്മാന ചെലവിനെ GNPയിൽ നിന്ന് കുറക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം. അപ്പോൾ അത് ശരിക്കും പഠിച്ചു നോക്കുക. NNP ഈക്വൽ GNP മൈനസ് തേയ്മാന ചെലവ്. അപ്പോൾ ഈ ഒരു ചോദ്യമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. GNP തരും, തേയ്മാന ചെലവും തന്നിട്ട് NNP കാണാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അത് ആ ഇക്വേഷൻ അത് പഠിച്ചു നോക്കുക. സാങ്കേതികമായി അറ്റ ദേശീയ ഉൽപ്പന്നം ദേശീയ വരുമാനമായി അറിയപ്പെടുന്നു. മൊത്ത വർദ്ധിത മൂല്യത്തിൽ നിന്ന് തേയ്മാനം കുറക്കുമ്പോൾ ലഭിക്കുന്നതാണ് അറ്റ വർദ്ധിത മൂല്യം. എങ്ങനെയാണ് മൊത്ത വർദ്ധിത മൂല്യത്തിൽ നിന്ന് തേയ്മാനം? നെറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്നും തേയ്മാനം കുറക്കുമ്പോഴാണ് നമുക്ക് എന്ത് നെറ്റ് വാല്യൂ ആഡഡ്. യഥാർത്ഥ നിക്ഷേപം എത്രയാണെന്ന് സൂചിപ്പിക്കുന്ന പദമാണ് അറ്റ നിക്ഷേപം. അറ്റ നിക്ഷേപം എങ്ങനെ കാണാം? മൊത്ത നിക്ഷേപത്തിന് തേയ്മാനം കുറച്ചു. അപ്പോൾ ഇതിനൊക്കെ തേയ്മാനം കുറച്ചാൽ ഇതിൻ്റെ നെറ്റ് നിക്ഷേപം നമുക്ക് കാണാൻ പറ്റും. മൊത്ത നിക്ഷേപത്തിന് തേയ്മാനം കുറച്ചാൽ മതി. ഓക്കെ, ഇനി അറ്റ ദേശീയ ഉൽപ്പന്നം കമ്പോള വിലയിൽ NNP മാർക്കറ്റ് പ്രൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിന് ഒരു നിശ്ചിത കാലയളവിൽ എത്രത്തോളം ചെലവഴിക്കാൻ കഴിയും എന്നതിൻ്റെ അളവുകോലാണിത്. എവിടെയാണ് ഉൽപ്പാദനം നടക്കുന്നത് എന്ന് NNP MP പരിഗണനയിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ NNP MP. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എത്രത്തോളം എന്നുള്ളതൊക്കെ ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എത്രത്തോളം എന്നാണ് ഇവിടെ. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു നിശ്ചിത കാലയളവിൽ എത്രത്തോളം ചെലവഴിക്കാൻ കഴിയും എന്നതിൻ്റെ അളവുകോലാണിത്. എവിടെയാണ് ഉൽപ്പാദനം നടക്കുന്നത് എന്ന് NNP NP പരിഗണനയിൽ വരുന്നില്ല. അപ്പോൾ ഉൽപ്പാദനം സ്വദേശത്തോ വിദേശത്തോ ആവാം. അപ്പോൾ ഒരു രാജ്യത്തെ ഉൽപ്പാദക ഘടകങ്ങൾ വേതനം, ലാഭം, പലിശ, പാട്ടം എന്നിവയുടെ രൂപത്തിൽ കൈപ്പറ്റുന്ന പ്രതിഫലത്തിന്റെ ആകെ തുകയാണിത്. ഇത് ദേശീയ ഉൽപ്പന്നമാണ്. രാജ്യാതിർത്തിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അറ്റ ദേശീയ ഘടക വരുമാനത്തോടൊപ്പം അറ്റ വിദേശ ഘടക വരുമാനം കൂട്ടുമ്പോൾ ഇത് ലഭിക്കുന്നു. NNP MP ഈക്വൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് GNP MP മൈനസ് ഡിപ്രീസിയേഷൻ. അത് ശരിക്കും പഠിച്ചു നോക്കുക. NNP MP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? GNP MP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ. നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. NNP MP ഈക്വൽ NDP MP പ്ലസ് NFIA. ഈ രീതിയിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? NNP MP. രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തേത് GNP NP മൈനസ് ഡിപ്രീസിയേഷൻ. NNP MP NTP MP. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. എന്താ NDP? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് എന്ത് NDP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അറ്റ ദേശീയ ഉൽപ്പന്നം ഘടകച്ചെലവ് അടിസ്ഥാനമാക്കി NNP FC അഥവാ ദേശീയ വരുമാനം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു രാജ്യത്തെ ഉൽപാദന ഘടകങ്ങൾ വേതനം, ലാഭം, പലിശ, പാട്ടം എന്നിവയുടെ രൂപത്തിൽ കൈപ്പറ്റുന്ന പ്രതിഫലത്തിന്റെ ആകെത്തുകയാണിത്. ഇത് ദേശീയ ഉൽപ്പന്നമാണ്. രാജ്യാതിർത്തിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അറ്റ ദേശീയ ഘടക വരുമാനത്തോടൊപ്പം അറ്റ വിദേശ ഘടക വരുമാനം കൂട്ടുമ്പോൾ ഇത് ലഭിക്കുന്നു. NDP FC പ്ലസ് NFIA ഈക്വൽ NNP FC. എങ്ങനെയാണ് NNP FC ഫാക്ടർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? NDP FC പ്ലസ് NFIA. ഓക്കെ, അപ്പോൾ NNP FC അല്ലെങ്കിൽ നാഷണൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? NNP FC നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഫാക്ടർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് NTP FC നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓർ NIOR നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ്. ഇങ്ങനെയും ഇത് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ദേശീയ വരുമാനം കണക്കാക്കാൻ മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാനം അറ്റ പരോക്ഷ നികുതിയും കുറച്ചാൽ മതിയാവും. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കാൻ മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാനം അറ്റ പരോക്ഷ നികുതിയും കുറച്ചാൽ മതിയാകും. അപ്പോൾ NNP FC നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ GNP FC മൈനസ് D പ്ലസ്
NIT or NNP. Okay, or NNP equal GNP minus depreciation cost. അപ്പോൾ ഇത് പഠിച്ചു നോക്കുക. ഏറ്റവും സിമ്പിൾ GNP മൈനസ് ഡിപ്രീസിയേഷൻ കോസ്റ്റ്. NNP FC equal NNP MP മൈനസ് NIT. NIT ഇവിടെ പറയും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇനി അറ്റ ആഭ്യന്തര ഉൽപ്പന്നം, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. എന്താണിത്? ഇതിന്റെ ഇക്വേഷനൊക്കെ നോക്കുക. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ച് കിട്ടുന്നതാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, NTP ഈക്വൽ GDP മൈനസ് ഡിപ്രീസിയേഷൻ. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അറ്റ ആഭ്യന്തര ഉൽപ്പന്നം കമ്പോള വിലയിൽ NTP-FC എങ്ങനെ കാണാം? നിലവിലെ GDP നിലനിർത്താൻ രാജ്യം എത്രത്തോളം ചെലവഴിക്കണമെന്ന് കണക്കാക്കാൻ നയരൂപകർത്താക്കളെ സഹായിക്കുന്ന മാനദണ്ഡമാണിത്. തേയ്മാനത്തിലൂടെ ഉണ്ടായ മൂലധന നഷ്ടം നികത്താൻ രാജ്യം പര്യാപ്തമല്ലെങ്കിൽ GDP കുറയും. NTP-MP മാർക്കറ്റ് പ്രൈസ് ഈക്വൽ GDP-MP മൈനസ് ഡിപ്രീസിയേഷൻ. ഇനി അറ്റ ആഭ്യന്തര ഉൽപ്പാദനം ഘടകച്ചെലവ് അടിസ്ഥാനമാക്കി NTP അറ്റ് ഫാക്ടർ കോസ്റ്റിൽ ഉൽപാദന ഘടകങ്ങൾ വേതന, ലാഭം, പാട്ടം, പലിശ എന്നിങ്ങനെ ആഭ്യന്തര സമ്പദ്ഘടനയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നതിന്റെ ആകെത്തുകയാണിത്. NTP-FC ഈക്വൽ NTP-MP മൈനസ് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ്. സാങ്കേതികമായി അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത്. അറ്റ ഉൽപാദന നികുതി നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് ഈക്വൽ ഉൽപാദന നികുതി മൈനസ് ഉൽപാദന സബ്സിഡി. അറ്റ ഉൽപ്പന്ന നികുതി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നെറ്റ് പ്രൊഡക്റ്റ് ടാക്സ് ഈക്വൽ ഉൽപ്പന്ന നികുതി മൈനസ് ഉൽപ്പന്ന സബ്സിഡി. NTP-FC ഈക്വൽ NTP-MP മൈനസ് NIT. ഇവിടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൽകുന്നതാണ് ഉൽപാദന സബ്സിഡികൾ. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി ഗവൺമെൻറ് ഉൽപാദകർക്ക് നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത്? സബ്സിഡി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അടുത്തൊരു ടേമാണ് എന്താണ് ഗ്രീൻ GDP. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കാരണമാകുന്ന ഒരു സാമ്പത്തിക വികസന സൂചിക സൃഷ്ടിക്കുന്നത് ഗ്രീൻ GDPയിൽ ഉൾപ്പെടുന്നു. ഗ്രീൻ GDP എൻവയോൺമെന്റ് പൊല്യൂഷൻ കോസ്റ്റ് പ്ലസ് റിസോഴ്സ് ഡിപ്ലീഷൻ കോസ്റ്റ് എന്നാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഗ്രീൻ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗ്രീൻ GDP ഈക്വൽ GDP മൈനസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, GDP മൈനസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ കോസ്റ്റ് പ്ലസ് റിസോഴ്സ് ഡിപ്ലീഷൻ കോസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രീൻ GDP ഈക്വൽ GDP മൈനസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ കോസ്റ്റ് EPS പ്ലസ് റിസോഴ്സ് ഡിപ്ലീഷൻ കോസ്റ്റ്. ഒരു ഉൽപാദന യൂണിറ്റ് ഫേമിന്റെ അറ്റ സംഭാവനയെ കുറിക്കുന്ന പദം വർദ്ധിത മൂല്യം എന്നാണ്, വാല്യൂ ആഡഡ് എന്നാണ്. വർദ്ധിത മൂല്യം കണക്കാക്കുന്നതിനായി തേയ്മാനം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അപ്രകാരം ലഭിക്കുന്ന വർദ്ധിത മൂല്യത്തെയാണ് മൊത്ത വർദ്ധിത മൂല്യം, ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത രണ്ട് ടേമുകളാണ്. ഗ്രീൻ GDP രണ്ടത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇവിടെ നമുക്ക് വാല്യൂ ആഡഡ് എന്താന്ന് നോക്കണം, അതുപോലെ തന്നെ ഗ്രോസ് വാല്യൂ ആഡഡ്. അപ്പോൾ ഒരു ഉൽപാദന യൂണിറ്റിന്റെ അറ്റ സംഭാവനയാണ് കുറിക്കുന്ന പദമാണ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. വർദ്ധിത മൂല്യം കണക്കാക്കുന്നതിനായി തേയ്മാനം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അപ്രകാരം ലഭിക്കുന്ന വർദ്ധിത മൂല്യം അറിയപ്പെടുന്നത് മൊത്ത വർദ്ധിത മൂല്യം എന്നാണ്, ഗ്രോസ് വാല്യൂ ആഡഡ്. GVA കമ്പോള വിലയിൽ അടിസ്ഥാനമാക്കി GVA-MP എങ്ങനെ ഈക്വൽ GDP കമ്പോള വിലയിൽ കണക്കാക്കുന്നതാണ് GDP-MP. GVA അടിസ്ഥാന വിലയിലാണെങ്കിൽ GVA-MP മൈനസ് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. GVA ഘടകച്ചെലവ് അടിസ്ഥാനമാക്കിയിട്ടാണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? GVA അടിസ്ഥാനത്തിൽ മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതൊന്ന് മനസ്സിലാക്കി വെക്കാനുള്ളത്. ഇനിയാണ് പ്രധാനമായിട്ടുള്ള ഭാഗം. ദേശീയ വരുമാനം അളക്കുന്ന രീതികളാണ്, മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം. 3 രീതിയാണ്: ഉൽപാദന രീതി, ചെലവ് രീതി, വരുമാന രീതി. എന്താണ് ഉൽപാദന രീതി? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഇത് ഉൽപാദന രീതി. ഓക്കെ, അപ്പം നമ്മൾ ഇതൊന്നും പഠിച്ചു നോക്കണം. ഇവിടുന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത്, ദ്വിതീയ മേഖലയിൽ, തൃതീയ മേഖലയിൽ ഏതെല്ലാം എന്നുള്ളതൊക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കുക. പ്രാഥമിക മേഖല പ്രൈമറി സെക്ടറിലാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, ഖനനം, കോറിംഗ്, മത്സ്യബന്ധനം. ദ്വിതീയ മേഖലയിൽ സെക്കൻഡറി സെക്ടറിലാണ് ഉൽപാദനം അല്ലെങ്കിൽ നിർമ്മാണം, വൈദ്യുതി, വാതകം, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൽ വരുന്നു. തൃതീയ മേഖലയിൽ ടെറിഷറി സെക്ടറിലാണ് വ്യാപാരം, ഗതാഗതം, സംഭരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, അറിവധിഷ്ഠിത മേഖല, ഇൻഷുറൻസ്, ബാങ്കിങ് ഒക്കെ വരുന്നത്.
അപ്പോൾ ഉൽപാദന രീതി അറിയപ്പെടുന്ന മറ്റ് രണ്ട് പേരുകളാണ് ഉൽപ്പന്ന രീതി പ്രൊഡക്റ്റ് മെത്തേഡ് എന്നും മൂല്യവർദ്ധിത രീതി വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും ഉൽപാദന രീതി അറിയപ്പെടുന്നു. ഉൽപ്പന്ന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ ഉൽപ്പന്നത്തിന്റെ കൂട്ടിച്ചേർത്ത മൂല്യം അഥവാ അന്തിമ സാധനങ്ങളുടെ മൂല്യം കണക്കാക്കുന്നു. അതിനാൽ കൂട്ടിച്ചേർത്ത മൂല്യരീതി മൂല്യവർദ്ധിത രീതി എന്നും ഉൽപ്പന്ന രീതി അറിയപ്പെടുന്നു. ഉൽപ്പന്ന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് 3 പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന് സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദന യൂണിറ്റുകളെ കണ്ടെത്തി തരംതിരിക്കൽ. കാരണം ഇത് പ്രാഥമികമാണോ ദ്വിതീയമാണോ തൃതീയമാണോ എന്ന് കണ്ടെത്തണം. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ആഭ്യന്തരാതിർത്തിക്കുള്ളിൽ കൂട്ടിച്ചേർത്ത അറ്റ മൂല്യം കണക്കാക്കുക. വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം കണക്കാക്കി കൂട്ടിച്ചേർത്ത അറ്റ മൂല്യത്തിനോട് ഇത് കൂട്ടുകയും ചെയ്യണം. അപ്പൊ അതാണ് 3 രീതികൾ കണക്കാക്കുന്ന 3 പ്രധാന ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ പഠിച്ചു വെക്കുക. ഈ രീതി അനുസരിച്ച് ദേശീയ വരുമാനം അളക്കുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഓരോ ഉൽപാദക യൂണിറ്റും ഒരു നിശ്ചിത കാലയളവിൽ സാധാരണയായി ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സഞ്ചിത പണമൂല്യം കൂട്ടിയാണ്. അപ്പോൾ ഈ നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഉൽപ്പന്ന രീതിയിൽ എങ്ങനെയാണ് പറയുന്നത്? ഈ രീതി ഉൽപ്പന്ന രീതി അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഓരോ ഉൽപാദന യൂണിറ്റും ഒരു യൂണിറ്റ് നിശ്ചിത കാലയളവിൽ സാധാരണയായി ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സഞ്ചിത പണമൂല്യം കൂട്ടിയാണ്. ഇവിടെ ഉൽപ്പന്നത്തിന്റെ ഭാഗത്ത് നിന്ന് കണക്ക് കൂട്ടുന്നത് ഉൽപാദക യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളെല്ലാം ഉൽപ്പന്നം എന്ന് വിളിക്കാം. നിലവിലുള്ള കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നത്തിന്റെ മൂല്യം നിർണ്ണയിച്ചാൽ ഉൽപ്പന്ന മൂല്യം നമുക്ക് കിട്ടും. ഉൽപ്പന്നത്തിന്റെ അളവിനെ കമ്പോള വില കൊണ്ട് ഗുണിച്ചാണ് പണമൂല്യം അഥവാ ഉൽപ്പന്ന മൂല്യം നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഉൽപ്പന്ന മൂല്യം എന്ന് പറഞ്ഞാൽ Q എന്ന് പറയുകയാണെങ്കിൽ കമ്പോളത്തിന്റെ വില ഇൻറ്റു ഉൽപ്പന്നം കൊണ്ട് നമ്മൾ ചെയ്താൽ മതി. മൊത്തം 100 ഉൽപ്പന്നങ്ങളുണ്ട്, അതിന്റെ വില 5 രൂപയാണെന്നുണ്ടെങ്കിൽ ഉൽപ്പന്ന മൂല്യം 100 × 5 എത്രയാണ്? 500 ആയിരിക്കും. ഉൽപാദക നിർമ്മിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെ കൃത്യമായ മൂല്യം നിർണ്ണയിക്കുക എന്നത് വളരെ ശ്രമകരമാണ്. കാരണം ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നം മറ്റു ചില സ്ഥാപനങ്ങൾ നിവേശങ്ങളായി ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു സാധനം ടയർ ഉണ്ടാക്കുന്ന വിചാരിച്ചു, ഒരു കമ്പനി ടയർ ഉണ്ടാക്കുന്ന കമ്പനി, അത് ആ കമ്പനിയുടെ അന്തിമ ഉൽപ്പന്നമാണ്. എന്നാൽ അതേ ടയർ തന്നെ വേറൊരു കമ്പനി കാർ ഉണ്ടാക്കുന്ന കമ്പനിയുടെ എന്തായിരിക്കും? അതിൻ്റെ നിവേശമായിരിക്കും. കാറിൻ്റെ ടയർ അതിൻ്റെ നിവേശമായിട്ട് എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ദേശീയ വരുമാനം കണക്ക് കൂട്ടുമ്പോൾ ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ മൂല്യം ഒന്നിൽ കൂടുതൽ തവണ കൂട്ടുന്നതിനെയാണ് ഇരട്ട ഗണനം ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇരട്ട ഗണനം ഒഴിവാക്കുന്ന മൂല്യവർദ്ധിത രീതി ഉപയോഗിച്ച് ഒരു സ്ഥാപനത്തിന്റെ ഉൽപ്പന്നത്തിന് അന്തിമ മൂല്യം കാണുന്നു. ഒരു സ്ഥാപനത്തിന്റെ വിവിധ ഉൽപാദന ഘട്ടങ്ങളിൽ ഒരു സ്ഥാപനത്തിന്റെ അറ്റ സംഭാവനയാണ് കൂട്ടിച്ചേർത്ത മൂല്യം. മൊത്തം ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് അന്തരാള ഉപഭോഗ മൂല്യം കുറച്ചാൽ കൂട്ടിച്ചേർത്ത മൂല്യം ലഭിക്കും. അപ്പൊ എങ്ങനെയാണ് ഇരട്ട ഗണനം ഒഴിവാക്കുന്നതിന് മൂല്യവർദ്ധിത രീതി ഉപയോഗിച്ച് ഒരു സ്ഥാപനത്തിന്റെ ഉൽപ്പന്നത്തിന്റെ അന്തിമ മൂല്യം കണക്കാക്കുന്നു. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിന്റെ വിവിധ ഉൽപാദന ഘട്ടങ്ങളിൽ ഒരു സ്ഥാപനത്തിന്റെ അറ്റ സംഭാവനയാണ് കൂട്ടിച്ചേർത്ത മൂല്യം നമ്മൾ പറഞ്ഞു. മൊത്തം ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് അന്തരാള ഉപഭോഗ മൂല്യം കുറച്ചാൽ കിട്ടുന്നതാണ് കൂട്ടിച്ചേർത്ത മൂല്യം ലഭിക്കുക. അപ്പോൾ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? GVA ഈക്വൽ മൊത്തം ഉൽപ്പന്ന മൂല്യം Q മൈനസ് അന്തരാള ഉപഭോഗ മൂല്യത്തിനാണ് Z എന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത്, അന്തരാള ഉപഭോഗ മൂല്യം. അപ്പോൾ ഒരു സ്ഥാപനം മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിയ അന്തരാള ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തെയാണ് അന്തരാള ഉപഭോഗം ഇന്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനി കർഷകർ ഉൽപ്പാദിപ്പിച്ച ഗോതമ്പ് ഉപയോഗിക്കുന്നു. കാർ നിർമ്മിക്കുന്ന ഒരു കമ്പനി മറ്റൊരു കമ്പനി നിർമ്മിക്കുന്ന ടയറുകൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കർഷകൻ തന്റെ തൊഴിൽ ശക്തി എന്ന നിവേശം മാത്രം ഉപയോഗിച്ചിട്ട് 100 രൂപയുടെ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ച് ബ്രെഡ് നിർമ്മിക്കുന്ന ബേക്കറിക്കാരന് വിൽക്കുന്നു. ബേക്കറിക്കാരൻ ബ്രെഡ് നിർമ്മിച്ച് 250 രൂപക്ക് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നു. കർഷകന്റെ അന്തരാള ഉപഭോഗം 0ആണ്, കാരണം അവിടെ നേരിട്ട് ഉപയോഗിക്കുകയാണ് എന്ന് സങ്കല്പിച്ചിരിക്കുന്നത് കൊണ്ട് കർഷകന് കൂട്ടിച്ചേർത്ത ഉൽപ്പന്ന മൂല്യം അന്തിമ ഉൽപ്പന്ന മൂല്യം തുല്യമാണ്, അത് 100 രൂപയാണ്. ബേക്കറിക്കാരന്റെ അന്തിമ ഉൽപ്പന്നത്തിന്റെ മൂല്യം 250 രൂപയാണ്, കാരണം അന്തരാള ഉപഭോഗം 100 രൂപ ആയതുകൊണ്ട് തന്നെ കൂട്ടിച്ചേർത്ത മൂല്യം 150 രൂപയാണ്. അപ്പോൾ 250 മൈനസ് 100 150 നമ്മുടെ ബേക്കറിക്കാരൻ്റെ കൂട്ടിച്ചേർത്ത മൂല്യം. ഇപ്പോൾ ഇതിൻ്റെ ടേബിളിൽ നോക്കാം. അപ്പോൾ ടേബിൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ കർഷകന് ഉൽപ്പന്നത്തിൻ്റെ പേര് ഗോതമ്പാണ്, ബേക്കറിക്കാരൻ അത് ബ്രെഡാക്കി. കർഷകന്റെ അന്തിമ ഉൽപ്പന്ന മൂല്യം 100ആണ്. അന്തരാള ഉപഭോഗം ഒന്നും അവിടെ അല്ല, കാരണം കർഷകർ നേരിട്ട് ഗോതമ്പ് പാടത്തുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അന്തരാള ഉപഭോഗം അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടിച്ചേർത്ത മൂല്യം 100ആണ്. ബേക്കറിക്കാരന് ബ്രെഡ് 250ആണ് അന്തിമ ഉൽപ്പന്ന മൂല്യം. എങ്ങനെയാണ് അന്തരാള ഉപഭോഗം? കാരണം 100 രൂപക്കാണല്ലോ കർഷകന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്.
അപ്പൊ കൂട്ടിച്ചേർത്ത മൂല്യം ആ 100ലേക്ക് എങ്ങനെയാണ് 250 എത്തിയത്? 150 കൂട്ടിച്ചേർത്താണ്. അപ്പൊ ആകെ എന്ന് പറഞ്ഞപ്പോൾ അന്തിമ ഉൽപ്പന്ന മൂല്യം നമ്മൾ നോക്കുമ്പോൾ അത് 350 അന്തിമ ഉൽപ്പന്ന മൂല്യം. ഓക്കെ, കാരണം കർഷകന്റെ അന്തിമ ഉൽപ്പന്നമാണ് ഗോതമ്പ്, ബേക്കറിക്കാരൻ്റെ ബ്രെഡാണ്. അപ്പൊ ആ 100 250 150. ഇനി അന്തരാള ഉപഭോഗം കർഷകനൊന്നുമില്ല, ബേക്കറിക്കാരൻ അവിടെ അന്തരാള ഉപഭോഗം അവിടെ 100 വന്നത്. കാരണം കർഷകന്റെ കയ്യിൽ നിന്ന് ആ 100 രൂപക്ക് വാങ്ങിയല്ലോ, അതാണ് അതിന്റെ ആ 100 അന്തരാള ഉപഭോഗം. അപ്പൊ അവിടെ മൊത്തം ബേക്കറിക്കാരന്റെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം 150 ആവും. ഓക്കെ, അതാ 250 100 കുറച്ചതാണ്. ഇനി കൂട്ടിച്ചേർത്ത മൂല്യം നമ്മൾ നോക്കുമ്പോഴോ, അങ്ങനെ നോക്കുമ്പോൾ കർഷകന്റെ ആ 100ഉം പിന്നെ ബേക്കറിക്കാരൻ കൂട്ടിച്ചേർത്ത 150, അങ്ങനെയാണ് അവിടെ 250 വരുന്നത്. അപ്പൊ നോക്കാം, ഇവിടെ ഓരോ ഉൽപ്പാദകരുടെയും ഉൽപ്പന്നത്തിന്റെ അന്തിമ ഉൽപ്പന്ന മൂല്യം കൂട്ടിയാൽ നമുക്ക് 100 + 250 350 ലഭിക്കുന്നു. ബ്രെഡിന്റെ അന്തിമ ഉൽപ്പന്ന മൂല്യത്തിൽ കർഷകൻ ഉൽപ്പാദിപ്പിച്ച ഗോതമ്പിന്റെ മൂല്യം 100 രൂപ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗോതമ്പിന്റെ മൂല്യം 2 പ്രാവശ്യം കൂട്ടിയിരിക്കുന്നു. ആദ്യം കർഷകൻ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം എന്ന നിലയിലും രണ്ടാമത് ബേക്കറിക്കാരൻ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച നിലയിലും. ഇതാണ് ഇരട്ട ഗണനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കർഷകന്റെ കൂട്ടിച്ചേർത്ത മൂല്യം 100 രൂപയും ബേക്കറിക്കാരന്റെ കൂട്ടിച്ചേർത്ത മൂല്യം 150 രൂപയുമാണ്. ചേർന്ന് ആകെ ഉൽപ്പന്ന മൂല്യം ശരിക്ക് 250 രൂപയാണ്. കാരണം ഒരു പ്രാവശ്യം ഓൾറെഡി ആ 100 അവിടെ കൂട്ടിയിട്ടുണ്ട്, അതുകൂടി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കൂട്ടുമ്പോൾ 350 ആയിട്ട് വരിക. ശരിക്കും അവിടെ യഥാർത്ഥ കൂട്ടിച്ചേർത്ത മൂല്യം എന്ന് പറയുന്നത് അവിടെ 250 ഇനി അതുപോലെ ഉൽപാദനം നടക്കുന്നത് മൂലം ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന സ്ഥിര മൂലധനത്തിന് തേയ്മാനം സംഭവിക്കുന്നു. കൂട്ടിച്ചേർത്ത മൂല്യത്തോട് തേയ്മാന ചെലവും ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് മൊത്തം മൂല്യം ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നു. കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ കൂട്ടിച്ചേർത്ത അറ്റ മൂല്യം ലഭിക്കുന്നു. നെറ്റ് വാല്യൂ ആഡഡ് NVA നമുക്ക് ലഭിക്കും. അപ്പൊ എങ്ങനെയാണ് കൂട്ടിച്ചേർത്ത അറ്റ മൂല്യം ലഭിക്കുന്നത്? കൂട്ടിച്ചേർത്ത അറ്റ മൂല്യം ഈക്വൽ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യം മൈനസ് സ്ഥിര മൂലധന ഉപഭോഗം അല്ലെങ്കിൽ തേയ്മാനം എന്നുള്ള രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഓക്കെ, സ്ഥിര മൂലധന ഉപഭോഗത്തിന് അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറയുമ്പോൾ ഡിവിഷൻ അല്ല കേട്ടോ. കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ മതി. തേയ്മാനത്തിന് പറയുന്ന മറ്റൊരു പേരാണ് സ്ഥിര മൂലധന ഉപഭോഗം. കാരണം മൂലധനം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൂലധനം തേയ്മാനം സംഭവിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സ്ഥാപനം 100 രൂപയുടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൽ ഒരു വർഷത്തേക്കുള്ള അന്തരാള ഉപഭോഗ മൂല്യം 20 രൂപയും തേയ്മാനം 10ഉമാണ്. കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യം 100 - 20. കാരണം 100 അവിടെ എന്താണ് സ്ഥാപന രൂപയുടെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിന്റെ വർഷത്തേക്കുള്ള അന്തരാള ഉപഭോഗ മൂല്യം 20. തേയ്മാനം 10ഉമാണ്. അപ്പൊ എങ്ങനെയായിരിക്കും അവിടെ 10 - 20 - 10 അത് 70 ആയിരിക്കും അറ്റ മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, സിഗ്മ എന്ന അടയാളം ആകത്തുകയെ സൂചിപ്പിക്കുന്നു, സമ്മേഷൻ. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന സിഗ്മ NI = 1. ഇവിടെ XI എന്നാൽ ഇവിടെ ഈ I എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. XI എന്നാൽ x1 + x2 + xn എന്നതിൻ്റെ തുല്യമാണ്. ഇവിടെ ഈ ഐഡന്റിറ്റിയെ സൂചിപ്പിക്കുന്നു, ഈ ഈക്വൽ ചിഹ്നത്തെ ഐഡന്റിറ്റിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ XI എന്നാൽ എത്രയാണോ എണ്ണം എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നോക്കാം, ഒരു സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യം 2 വിധത്തിൽ കണ്ടെത്താം. ഒന്ന്, I എന്ന സ്ഥാപനത്തിന്റെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യമാണ് GVAI. ഐഡന്റിറ്റി ഈക്വൽ ഐഡന്റിറ്റി I എന്ന സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച മൊത്തം ഉൽപ്പന്നം നമുക്ക് QI എന്ന് പറയാം. ഈ I എന്ന സ്ഥാപനം ഉപയോഗിച്ച അന്തരാള വസ്തുക്കളുടെ മൂല്യം ZI. ഈ Z ലെറ്റർ സൂചിപ്പിക്കുന്നത് അന്തരാള വസ്തുക്കളുടെ മൂല്യങ്ങളാണ്. ഇപ്പൊ GVAI എന്നാൽ I എന്ന സ്ഥാപനത്തിന്റെ വിൽപ്പന മൂല്യമാണ് VI പ്ലസ് അതിലേക്ക് എന്ത് കൂട്ടണം? എങ്ങനെ ഗ്രോസ് വാല്യൂ ആഡഡ് ഒരു I എങ്ങനെ കാൽക്കുലേറ്റ് GVAI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? I എന്നുള്ളത് I എന്ന സ്ഥാപനത്തിന്റെ വിൽപ്പന മൂല്യം VI പ്ലസ് I എന്ന സ്ഥാപനത്തിന്റെ ഇൻവെന്ററിയിലെ മാറ്റമാണ് AI. ഇൻവെന്ററിയിലെ മാറ്റം AI സൂചിപ്പിക്കുന്നു. I എന്ന സ്ഥാപനം ഉപയോഗിച്ച അന്തരാള വസ്തുക്കളുടെ മൂല്യം ZI. അങ്ങനെയാവുമ്പോൾ GVAI = QI - ZI അല്ലെങ്കിൽ GVAI = VI + AI - ZI എന്നുള്ള രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ നോക്കുക. അപ്പോൾ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യരീതി അനുസരിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അഭ്യന്തര പ്രദേശത്തുള്ള എല്ലാ ഉൽപ്പാദകരുടെയും ഒരു വർഷത്തെ ആകെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിന്റെ തുകയാണ് GDP. അതുകൊണ്ട് ഒരു രാജ്യത്തിന്റെ അഭ്യന്തര സമ്പദ് വ്യവസ്ഥയിൽ N ഉൽപ്പാദക സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ N സ്ഥാപനങ്ങളുടെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യങ്ങളുടെ ആകെത്തുകയാണ് GDP. ഗണിത രൂപത്തിൽ ഇങ്ങനെ വരും: GDP = GVAI + GVA2 + GVAN = സിഗ്മ NI
ഐ ഈക്വൽ 1 GVAI എന്നും പറയാം. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. അത് നമുക്ക് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത അവസാനം അത് വരും. NVAI എന്ന് പറഞ്ഞാൽ എന്ന സ്ഥാപനത്തിന് കൂട്ടിച്ചേർത്ത അറ്റമൂല്യം, നെറ്റ് വാല്യൂ ആഡഡ്. DI എന്നാൽ I എന്ന സ്ഥാപനത്തിന്റെ തേയ്മാന ചെലവുകൾ. ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. DI സൂചിപ്പിക്കുന്നത് I എന്ന സ്ഥാപനത്തിന്റെ തേയ്മാന ചെലവുകൾ. I എന്ന സ്ഥാപനത്തിന്റെ കൂട്ടിച്ചേർത്ത അറ്റമൂല്യവും നമ്മൾ പറഞ്ഞു. അതാണ് NVAI എന്ന് പറഞ്ഞാൽ I എന്ന സ്ഥാപനത്തിന്റെ കൂട്ടിച്ചേർത്ത അറ്റമൂല്യം. DI എന്ന് പറഞ്ഞാൽ I എന്ന സ്ഥാപനത്തിന്റെ തേയ്മാന ചെലവുമായാൽ NVAI ഈക്വൽ ടു GVAI മൈനസ് DI. NVAI പ്ലസ് DI രീതിയിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. സമ്പദ് വ്യവസ്ഥയിൽ N സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ പ്രത്യേകത? GDP ഈക്വൽ ഐഡന്റിറ്റി സൈൻ. GDP ഐഡന്റിറ്റി സിഗ്മ NII NVAI പ്ലസ് സിഗ്മ NII DI എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. കാരണം ഇവിടെ AI എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് A എന്ന് സൂചിപ്പിക്കുന്നത്? ഇവിടെ ഇതിന് മുന്നേ കാണാം ഇൻവെൻട്രിയിലെ മാറ്റം AI. ZI എന്ന് പറഞ്ഞാൽ അന്തരാള വസ്തുക്കളുടെ മൂല്യം. ഓക്കെ. DI എന്ന് പറഞ്ഞാൽ തേയ്മാന ചെലവ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും കൂട്ടിച്ചേർത്ത അറ്റമൂല്യത്തിന്റെയും തേയ്മാനത്തിന്റെയും ആകത്തുകയാണ്. ആ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്നാണ്. എല്ലാ സ്ഥാപനങ്ങളുടെയും കൂട്ടിച്ചേർത്ത അറ്റമൂല്യത്തിന്റെ ആകത്തുകയെ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് വിളിക്കുന്നു. ഓക്കെ. പ്രതീകാത്മകമായിട്ട് നോക്കുമ്പോൾ NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈക്വൽസ് സിഗ്മ NII ഈക്വൽ ടു NVAI എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി നോക്കാനുള്ളത് ഘടകച്ചെലവിന്റെ ഫാക്ടർ കോസ്റ്റ് അടിസ്ഥാനത്തിലുള്ള അറ്റ ആഭ്യന്തര ഉൽപ്പന്നത്തോട്, അതായത് NTPFC വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടുമ്പോൾ നമുക്ക് ദേശീയ വരുമാനം NNPFC ലഭിക്കുന്നു. ഓക്കെ. അതിൻ്റെ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ചെലവ് രീതി എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ചെലവ് രീതി. ഇപ്പോൾ ഉപഭോഗ ചെലവ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് നിക്ഷേപ ചെലവ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് സർക്കാർ ചെലവ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. അതുപോലെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. GDP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ് M X എക്സ്പോർട്ടും M ഇമ്പോർട്ടും. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആഭ്യന്തര ഉൽപ്പന്നത്തിൽ മേലുള്ള അന്തിമ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെ ചെലവ് രീതി എന്ന് പറയുന്നു. ഈ രീതിയിൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും സ്വീകരിച്ച അന്തിമ ചെലവുകൾ കൂട്ടിയാണ് GDP കണക്കാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും സ്വീകരിച്ച അന്തിമ ചെലവുകൾ കൂട്ടിയിട്ടാണ് GDP കണക്കാക്കുന്നത്. അപ്പൊ അന്തിമ പ്രദേശത്തുള്ള സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിച്ച അന്തിമ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ, ഗവൺമെന്റ്, ബാഹ്യമേഖല എന്നീ മേഖലകളുടെ അന്തിമ ചെലവുകളാണിത്. അന്തരാള ഉപഭോഗത്തിന്മേലുള്ള ചെലവുകൾ പരിഗണിക്കുകയില്ല. I എന്ന സ്ഥാപനം സ്വീകരിച്ച അന്തിമ ചെലവിന് 4 അക്കൗണ്ടുകളായിട്ട് ഉൾപ്പെടുന്നു. 1. I എന്ന സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വന്ന അന്തിമ ഉപഭോഗ ചെലവ് CI എന്ന് പറയുന്നു. I എന്ന സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച മൂലധന വസ്തു വാങ്ങുന്നതിന് വേണ്ടി വന്ന സ്ഥാപനങ്ങളുടെ അന്തിമ നിക്ഷേപ ചെലവ് II. I എന്ന സ്ഥാപനത്തിന്റെ അന്തിമ സാധന സേവനങ്ങൾക്കുള്ള ഗവൺമെന്റ് അന്തിമ ഉപഭോഗ ചെലവാണ് GI. I എന്ന സ്ഥാപനത്തിന്റെ സാധന സേവനത്തിന്മേലുള്ള വിദേശ രാജ്യങ്ങളുടെ ചെലവ്, ഇത് ഈ സ്ഥാപനത്തിന്റെ കയറ്റുമതി വരുമാനമാണ് XI എന്ന് സൂചിപ്പിക്കുന്നു. ഇനി I എന്ന സ്ഥാപനം അന്തിമ ഉപഭോഗം, നിക്ഷേപം, ഗവൺമെന്റ് ഉപഭോഗം, കയറ്റുമതികൾ എന്നിവയുടെ സ്വീകരിച്ച ചെലവുകൾ I എന്ന സ്ഥാപനം നേടിയ മൊത്തം വരുമാനത്തിന് തുല്യമാണ്. അതുകൊണ്ട് I എന്ന സ്ഥാപനത്തിന് ലഭിക്കുന്ന വരുമാന മൂല്യം റവന്യൂ വാല്യൂ RVI ഈക്വൽ ടു CII പ്ലസ് II പ്ലസ് GI പ്ലസ് XI. ഇങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ലഭിച്ച ആകെ വരുമാനം അന്തിമ ഉപഭോഗം, നിക്ഷേപം, ഗവൺമെന്റ് ഉപഭോഗം, കയറ്റുമതികൾ എന്നീ ചെലവുകളുടെ ആകെ തുകയിൽ ആയിരിക്കും. അതായത് സിഗ്മ NII ഈക്വൽ I1 സിഗ്മ NI ഈക്വൽ 1 RV റവന്യൂ വാല്യൂ I ഐഡന്റിറ്റി സിഗ്മ NI ഈക്വൽ ടു 1 C പ്ലസ്, ഇനി എല്ലാം ഒരേപോലെ ആയിരിക്കും കണ്ടോ. C പ്ലസ് I then സിഗ്മ II1 II പ്ലസ് സിഗ്മ NI ഈക്വൽ ടു 1 GI പ്ലസ് സിഗ്മ NI ഈക്വൽ ടു 1 XI. നമുക്കിങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടും. ഇതൊന്നും പഠിച്ചു വെക്കണ്ട. നമുക്കിവിടെ നോക്കാനുള്ളത് ഒരു ഫൈനൽ ഇക്വേഷൻ വരും. അങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഗാർഹിക മേഖല, സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് എന്നിവയുടെ ആകെ ചെലവാണ് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ.
ആഭ്യന്തര സ്ഥാപനങ്ങളും വിദേശത്തുള്ള സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ മേലുള്ള ചെലവുകളും ചേർന്നതാണ്. വിദേശത്തുള്ള സ്ഥാപനങ്ങളുടെ മേലുള്ള ചെലവുകൾ ഇറക്കുമതി ചെലവുകൾ എന്ന് പറയുന്നു. ഇത് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ചെലവുകളല്ല. അതുകൊണ്ട് ആഭ്യന്തര പ്രദേശത്തുള്ള സ്ഥാപനങ്ങളുടെ മൊത്തം ഉൽപ്പന്നമായ GDPയുടെ മേലുള്ള ചെലവ് കണ്ടെത്തുന്നതിന് ഇറക്കുമതി ചെലവ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആകെ അന്തിമ ഉപഭോഗ ചെലവ് സി ആഭ്യന്തര പ്രദേശത്ത് നിർമ്മിച്ച സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനുള്ള അന്തിമ ഉപഭോഗ ചെലവും സിഗ്മ ഐ ഈക്വൽ ടു 1 NCI ഇറക്കുമതി ചെയ്ത ഉപഭോഗ സാധന സേവനത്തിന്മേലുള്ള അന്തിമ ഉപഭോഗ ചെലവാണ് CM ചേർന്നതാണ്. അപ്പോൾ ആകെ അന്തിമ ഉപഭോഗ ചെലവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സി ഈക്വൽ ടു സിഗ്മ NI ഈക്വൽ ടു 1 CI പ്ലസ് CM. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ലഭിക്കും. ഇനി ഇവിടെ നോക്കാനുള്ളത് ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാനമായിട്ട് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻ ഇതാണ്. C+I+G x മൈനസ് m. ഇതെങ്ങനെ ഡെറിവേറ്റ് ചെയ്ത് വന്നു എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതാണ് ചെലവ് രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഓക്കെ, ഇനി വരുമാന രീതി, ഇൻകം മെത്തേഡ്. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം. ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായമാണ് വരുമാന രീതി. GDP, അതായത് ഉൽപാദന ഘടകങ്ങൾ കിട്ടുന്ന വേജ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, അതാണ് GDP. അങ്ങനെ ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് വരുമാന രീതി. ഇപ്പോൾ വരുമാന രീതി അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തുള്ള ഉൽപാദന ഘടകങ്ങളായ പ്രയത്നം, ഭൂമി, മൂലധനം, സംഘാടനം എന്നിവയുടെ പ്രതിഫലമായി അവയ്ക്ക് ഉടമസ്ഥ ലഭിക്കുന്ന വേതനം, പാട്ടം, പലിശ, മൊത്തം ലാഭം എന്നീ വരുമാനങ്ങൾ കൂട്ടിയാണ് GDP കണക്കാക്കുന്നത്. ഇവിടെ മൊത്തം ലാഭത്തിൽ തേയ്മാന ചെലവും അറ്റ പരോക്ഷ നികുതിയും ഉൾപ്പെടുന്നു. ഇത് തേയ്മാനം നാട്ടോ, തേയ്മാന ചെലവും അറ്റ പരോക്ഷ നികുതികളും ഉൾപ്പെടുന്നു. ഒരു സമ്പദ് വ്യവസ്ഥയിൽ I എന്ന ഒരു കുടുംബത്തിന് ഒരു വർഷം ലഭിക്കുന്ന വേതനം, പാട്ടം, പലിശ, മൊത്തം ലാഭം എന്നിവ യഥാക്രമം WRINP എന്നിവയാണെന്ന് കരുതുക. അപ്പോൾ I എന്ന കുടുംബം സ്വീകരിച്ച ഒരു വർഷത്തെ ആകെ വരുമാനം W+R+ ഇൻട്രസ്റ്റ് P ആകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആഭ്യന്തര പ്രദേശത്ത് കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ആകെ വരുമാനം GDPക്ക് തുല്യമായിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നോക്കാനുള്ളതാണ്, അതായത് ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ഇക്വേഷൻ കാണാൻ പറ്റും. ഓക്കെ, യെസ്, ഇവിടെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. സിഗ്മ NI ഇവിടെ കൊടുത്തിട്ടുണ്ട്. GDP ഐഡന്റിറ്റി W+R+IN+P. ഓക്കെ, ഇനി ഇത് ഓരോന്നും അതിൽ ഓരോ സ്ഥാപനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാണ്. സിഗ്മ NI ഈക്വൽ ടു 1 WI, അതന്നെയാണ് ഐഡന്റിറ്റി W. ഇനി സിഗ്മ NI ഈക്വൽ ടു 1 RI, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റിൻ്റെയും പ്രോഫിറ്റിൻ്റെയും. അതുകൊണ്ട് വരുമാന രീതി അനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ഉൽപ്പാദന ഘടകങ്ങളും ലഭിച്ച ഘടക വരുമാനത്തിൻ്റെ ആകെത്തുകയാണ് GDP. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ഉദാഹരണം നോക്കിയിട്ട് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തുള്ള കുടുംബങ്ങൾ ഉൽപാദന ഘടകങ്ങൾ പ്രദാനം ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് ലഭിച്ച ഒരു വർഷത്തെ വേതനം 750 കോടിയും പാട്ടം 350 കോടിയും പലിശ 250 കോടിയും മൊത്തം ലാഭം 300 കോടിയുമാണെന്ന് കരുതുക. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? GDP ഇതെല്ലാം കൂട്ടിയാൽ മതി. W+R+ ഇൻട്രസ്റ്റ് P 1600 ആയിരിക്കും. ഇനി നമുക്ക് 3 രീതിയിൽ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? GDP ഉൽപ്പന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിഗ്മ NI ഈക്വൽ ടു 1 GVA ഗ്രോസ് വാല്യൂ ആഡഡ്. ചെലവ് രീതിയിൽ C+I+G x മൈനസ് M. വരുമാന രീതിയിൽ W+R+IN+P. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെക്കുക. താഴെ കൊടുത്ത പട്ടികയിൽ നിന്ന് എന്തൊക്കെ കാണണം? ഉൽപ്പന്നം, ചെലവ്, വരുമാനം എന്നീ രീതിയിൽ GDP കാണണം. പിന്നെ ആഭ്യന്തര ഉൽപ്പന്നം കാണണം. ഇതാണ് ഇപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ ആകത്തുകയായിട്ട് ഇത് പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ശരിക്കത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവിടെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. തേയ്മാന ചെലവ് കൊടുത്തിട്ടുണ്ട്, ഇറക്കുമതി കൊടുത്തിട്ടുണ്ട്, കയറ്റുമതി കൊടുത്തിട്ടുണ്ട്, പാട്ടം കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് അന്തിമ ഉപഭോഗ ചെലവുണ്ട്, പലിശയുണ്ട്, അന്തിമ നിക്ഷേപ ചെലവുണ്ട്, മൊത്തം ലാഭമുണ്ട്, വേതനമുണ്ട്, അന്തരാള ഉപഭോഗമുണ്ട്, അന്തിമ ഉപഭോഗ ചെലവുണ്ട്, മൊത്തം ഉൽപ്പന്ന മൂല്യം, അതിന്റെ സിമ്പൽ അടക്കം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേബിളാണ്. തുക കോടിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഉൽപ്പന്നം, ചെലവ്, വരുമാനം എന്നീ രീതിയിൽ എങ്ങനെ ഇത് കണക്കാക്കാം? അപ്പൊ ആദ്യം ഉൽപ്പന്ന രീതിയിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? GDP
ഐഡന്റിറ്റി ഈക്വൽ സിഗ്മ എൻ ഐ ഈക്വൽ ടു 1 ക്യു ഐ മൈനസ് സിഗ്മ എൻ ഐ ഈക്വൽ ടു 1 ഇസഡ് ഐ എന്നുള്ളതാണ്. അപ്പോൾ ക്യൂ എന്നുള്ള ലെറ്റർ മൊത്തം ഉൽപ്പന്ന മൂല്യത്തിന് എന്ത് കുറക്കണം? ഇസഡ് ഐ ആണ് കുറക്കേണ്ടത്. ഇസഡ് അന്തരാള ഉപഭോഗ മൂല്യം. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ ചിഹ്നങ്ങളൊന്നും തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സിമ്പിൾസ് ഒക്കെ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പഠിച്ചു നോക്കുക. ഈ ഒറ്റ ടേബിൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇന്ന് ആൻസർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഉൽപ്പന്ന രീതിയിൽ നിന്ന് നമുക്ക് കാണാനുള്ളത് മൊത്തം ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് അന്തരാള ഉപഭോഗ മൂല്യം കുറച്ച ഉൽപ്പന്ന രീതി പ്രകാരം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാം. ഇപ്പം എത്രയാണ് ഇവിടെയുള്ള മൊത്തം ഉൽപ്പന്ന മൂല്യം എന്ന് പറയുന്നത്? മൊത്തം ഉൽപ്പന്ന മൂല്യം 1300 എങ്ങനെയാണ് കിട്ടിയത്? സോറി, QI അന്തിമ ഉപഭോഗ ചെലവ് എത്രയാണ് വന്നത് കിട്ടിയിട്ടുള്ളത്? യെസ്, 1 മിനിറ്റ്. ഓക്കെ, സിഗ്മ എൻ ഐ ഈക്വൽ ടു 1 1300 400 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 900 കോടി ലഭിക്കും. ഓക്കെ, അതാണ് ഉൽപ്പന്ന രീതി പ്രകാരം. അപ്പോൾ QI എത്രയാണ് കിട്ടിയത്? QI അന്തിമ ഉപഭോഗ ചെലവാണ് എടുക്കേണ്ടത് കേട്ടോ. അന്തിമ ഉപഭോഗ ചെലവ് അവിടെ വന്നിട്ടുള്ളത് 1300 ഓക്കെ, 1300 നിന്ന് എന്ത് കുറക്കണം? 4000 കുറച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? ഓക്കെ, യെസ്, ഇതൊന്ന് നോക്കുക. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്തോളുക. ഓക്കെ, നേരത്തെ ഈ ഒരു ടേബിളിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ മൊത്തം ഉൽപ്പന്ന മൂല്യം 1300 അതുപോലെ തന്നെ അന്തിമ ഉപഭോഗ ചെലവ് 500 ടേബിളിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ക്ലാസ്സിൻ്റെ ഒരു കൺഫ്യൂഷൻ വന്നത്. കാരണം ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഉൽപ്പന്ന രീതി പ്രകാരം GDP ഐഡൻറ്റിറ്റി ഈക്വൽ സിഗ്മ എൻ ഐ ഈക്വൽ ടു 1 QI മൈനസ് സിഗ്മ എൻ ഐ ഈക്വൽ ടു 1 ZI എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ QI എത്രയാണ്? മൂല്യം 1300 കേട്ടോ. 1300. അതുപോലെ തന്നെ ZI അന്തരാള ഉപഭോഗം 400 അങ്ങനെയാണ് 900 കിട്ടിയത്. അപ്പോൾ നേരത്തെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു, ഇവിടെ ഡേറ്റ മാറിപ്പോയതാണ്. ഓക്കെ, ഇനിയുള്ളതാണ് ചെലവ് രീതി പ്രകാരം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ചെലവ് രീതി പ്രകാരം GDP ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക, നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ അവിടെ നമുക്ക് കിട്ടുന്ന ആൻസറും ഏകദേശം എന്ത് തന്നെയായിരിക്കും? ഏകദേശം നല്ല അവിടെ നമുക്ക് കറക്റ്റ് 900 കോടി തന്നെയായിരിക്കും. കാരണം നിങ്ങൾ നോക്കൂ, ചെലവ് രീതി പ്രകാരം GDP ഐഡൻറ്റിറ്റി C+I+G+X-M. അപ്പോൾ C എത്രയാണ് ഇവിടെ? C 500. I എത്രയാണ്? അന്തിമ നിക്ഷേപം 200. G ഗവൺമെൻറ് സ്പെൻഡിങ് എത്രയാണ് വന്നിട്ടുള്ളത്? 150. X-M അവിടുത്തെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് 50 ആയിരിക്കും. കണ്ടോ, അങ്ങനെയാണ് 900 കോടി കിട്ടിയത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി വരുമാന രീതി പ്രകാരം W+R+IN+P ഇതിൽ വേജും റെന്റും ഇൻട്രസ്റ്റും പ്രോഫിറ്റും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 900 തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ദേശീയ വരുമാനം ഏത് രീതിയിൽ കണക്കാക്കിയാലും ഇതിൻ്റെ ഒക്കെ ഏകദേശം ദേശീയ വരുമാനം ഒരേ ഡിജിറ്റ് തന്നെ ആയിരിക്കും വരുന്നത്. ഇനി ഇവിടെ രണ്ടാമതൊരു ചോദ്യം, എങ്ങനെയാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുന്നത്? NDP GDP മൈനസ് തേയ്മാന ചെലവ്. അപ്പോൾ നമുക്ക് GDP കിട്ടി, എത്രയാണ്? 900 നമുക്ക് കിട്ടിയിട്ടുണ്ട് 3 രീതിയിലും അല്ലേ? 900 നമുക്ക് കിട്ടിയല്ലോ, 3 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തു. GDP കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ നിന്ന് ഇതിൽ തേയ്മാന ചെലവ് എത്രയാണ്? 220 കോടിയാണ്. അപ്പോൾ 880 അറ്റ ആഭ്യന്തര ഉൽപ്പന്നം. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ ചോദ്യം എന്തായാലും വരാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചത് ചെയ്യണം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ ചോദിക്കാം. ഇനി ഇവിടെ കുറച്ച് പോയിന്റുകൾ നോക്കാണ്ട്. എന്താണ് ദേശീയ വിനിയോഗ വരുമാനം? നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്താണ്? ഇപ്പോൾ ഒരു രാജ്യത്തിലെ നിവാസികൾക്ക് ഉപഭോഗ ചെലവിനും സമ്പാദ്യത്തിനുമായി എല്ലാ ഉറവിടങ്ങളിൽ നിന്നുമുള്ള ലഭിക്കുന്ന ഒരു വർഷത്തെ വരുമാനമാണ് ദേശീയ വിനിയോഗ വരുമാനം. ദേശീയ വിനിയോഗ വരുമാനം ഈക്വൽ കമ്പോള വിലയിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം പ്ലസ് വിദേശത്ത് നിന്നുള്ള മറ്റു കറണ്ട്
ട്രാൻസ്ഫേഴ്സ് ആണ്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ പരമാവധി സാധന സേവനങ്ങളുടെ അളവ് എന്താണ് എന്നതിനെക്കുറിച്ച് ധാരണ നൽകുന്ന ആശയമാണ് ദേശീയ വിനിയോഗ വരുമാനം. ഇനി എന്താണ് സ്വകാര്യ വരുമാനം? പ്രൈവറ്റ് ഇൻകം. ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ തൊഴിലാളികളുടെയും സ്വകാര്യ സംരംഭങ്ങളുടെയും ഘടക വരുമാനം, വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനവും ഗവൺമെന്റിന്റെ ശിഷ്ടലോകത്തിന്റെയും അറ്റ ഘടക വരുമാനങ്ങളും ദേശീയ വായ്പയുടെ മേലുള്ള പലിശയും ഉൾപ്പെടുന്നതാണ് സ്വകാര്യ വരുമാനം. പഠിച്ചു വെക്കുക. അപ്പൊ സ്വകാര്യ വരുമാനം ഈക്വൽ എന്താണ്? സ്വകാര്യ മേഖലയ്ക്ക് അറ്റ ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്ന് അവകാശപ്പെട്ട ഘടക വരുമാനം പ്ലസ് ദേശീയ ഘടക പലിശ പ്ലസ് വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം പ്ലസ് സർക്കാരിൽ നിന്നുള്ള കറണ്ട് ട്രാൻസ്ഫേഴ്സ് പ്ലസ് വിദേശത്ത് നിന്നുള്ള മറ്റ് അറ്റ ട്രാൻസ്ഫേഴ്സ് അടങ്ങുന്നതാണ് എന്ത്? സ്വകാര്യ വരുമാനം എന്ന് പറയുന്നത്. ഇനി എന്താണ് വ്യക്തിഗത വരുമാനം? പേഴ്സണൽ ഇൻകം. ദേശീയ വരുമാനത്തിൽ നിന്ന് രാജ്യത്തിലെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം ഭാഗത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തെ വീണ്ടും ചെറിയ ഘടകങ്ങളായി വിഭജിക്കാൻ സാധിക്കും. ദേശീയ വരുമാനത്തിൽ നാഷണൽ ഇൻകം കുടുംബങ്ങളുടെ ഓഹരി പ്രകാരം കണ്ടെത്തുന്നതാണ് വ്യക്തിഗത വരുമാനം. ദേശീയ വരുമാനത്തിൽ ഉൽപാദക യൂണിറ്റുകൾ, സർക്കാർ സംരംഭങ്ങൾ എന്നിവയുടെ ലാഭത്തിന്റെ ഒരു ഭാഗം ഉൽപാദന ഘടകങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നില്ല. ഇതിനെ വിതരണം ചെയ്യാത്ത ലാഭം അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നു. വിതരണം ചെയ്യപ്പെടാത്ത ലാഭം കുടുംബങ്ങൾക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ വ്യക്തിഗത വരുമാനം ലഭിക്കുന്നതിന് ദേശീയ വരുമാനത്തിന് ഇത് കുറക്കണം. വ്യക്തിഗത വരുമാനം, ദേശീയ വരുമാനം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? വ്യക്തിഗത വരുമാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ദേശീയ വരുമാനം മൈനസ് വിതരണം ചെയ്യാത്ത ലാഭം, കുടുംബങ്ങളുടെ അറ്റ പലിശ മൈനസ് പിന്നെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കോർപ്പറേറ്റ് നികുതി പ്ലസ് കുടുംബങ്ങൾക്ക് സർക്കാരിൽ നിന്നോ ഉൽപാദക യൂണിറ്റിൽ നിന്നോ ലഭിക്കുന്ന ട്രാൻസ്ഫർ പേയ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ വ്യക്തിഗത വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ ആണ്. അത് ദേശീയ വരുമാനം വിതരണം ചെയ്യാത്ത ലാഭം മൈനസ് കുടുംബത്തിന്റെ അറ്റ പലിശ, കോർപ്പറേറ്റ് നികുതി പ്ലസ് കുടുംബങ്ങളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉൽപാദക യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന ട്രാൻസ്ഫർ പേയ്മെന്റുകൾ. ഓക്കെ, ഇനി വ്യക്തിഗത വരുമാനം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സ്വന്തം ഇഷ്ടാനുസരണം ചെലവഴിക്കാൻ കഴിയുന്ന വരുമാനത്തിന് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, PDI. വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് വ്യക്തിഗത നികുതികളും, ഉദാഹരണത്തിന് വരുമാന നികുതി, നികുതിയിതര അടവുകളും, ഉദാഹരണത്തിന് പിഴ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് വ്യക്തിഗത വിനിയോഗ വരുമാനം. വ്യക്തിഗത വിനിയോഗ വരുമാനം ഈക്വൽ വ്യക്തിഗത വരുമാനം, വ്യക്തിഗത നികുതികൾ അല്ലെങ്കിൽ നികുതിയിതര അടവുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വ്യക്തിഗത വരുമാനം മൈനസ് വ്യക്തിഗത നികുതികൾ അല്ലെങ്കിൽ നികുതിയിതര അടവുകൾ കുറച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? വ്യക്തിഗത വരുമാനം ലഭിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം 2022 ചോദിച്ച 49ാമത്തെ ചോദ്യമാണ്. ഒരാളുടെ ആകെ വാർഷിക വരുമാനം 10 ലക്ഷം രൂപയും 100 1000 10 ഓക്കെ യെസ് അപ്രത്യക്ഷ നികുതിയായി അടയ്ക്കേണ്ടത് 1,25,000 രൂപയാണെങ്കിൽ അയാളുടെ ഉപയോഗിക്കത്തക്ക വരുമാനം ഡിസ്പോസിബിൾ ഇൻകം എത്രയാണ്? കുറച്ചാൽ മതി. ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. ഇത്രയും നമ്മൾ ഇക്വേഷനൊക്കെ പഠിച്ചിട്ട് ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യമാണ് വന്നത്. പ്രതിശീർഷ വരുമാനം PCI ഈക്വൽ ടു ദേശീയ വരുമാനം ഡിവൈഡ് ബൈ ആകെ ജനസംഖ്യ. ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ ബുദ്ധിമുട്ടുകളാണ്. സേവനങ്ങളെ ഉൾക്കൊള്ളിക്കുന്നത് സംബന്ധിച്ച് ഇടനില ഉൽപ്പന്നങ്ങളെ കണ്ടെത്തുന്നതിന് വീട്ടമ്മമാരുടെ സേവനങ്ങളും മറ്റും സാദൃശ്യമായ സേവനങ്ങളും ഇത് ഉപയോഗിക്കുന്നില്ല. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത് ഭാഗ്യക്കുറിയിൽ നിന്നുള്ള വരുമാനം, ഇന്ത്യയിലെ വിദേശ ബാങ്കുകളുടെ ലാഭം, ഉപയോഗിച്ച വസ്തുക്കളുടെ വിൽപ്പന, വയോജന പെൻഷൻ, വിധവാ പെൻഷൻ തുടങ്ങിയ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ, ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന ഇടനില വസ്തുക്കളുടെ മൂല്യം, വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല. ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ ഇന്ത്യയിലെ ബുദ്ധിമുട്ടുകളാണ് തൊഴിൽപരമായ വൈദഗ്ധ്യത്തിന്റെ അഭാവം, ലാക്ക് ഓഫ് ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ, പണരഹിത മേഖല, നോൺ മോണിറ്റൈസ്ഡ് സെക്ടർ, കള്ളപ്പണം, അൺറിപ്പോർട്ടഡ് ഇല്ലീഗൽ ഇൻകം, ശരിയായ സ്ഥിതിവിവരക്കണക്കുകളുടെ ലഭ്യതയില്ലായ്മ, നോൺ അവൈലബിലിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് 2ാമത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. ഇനി നാഷണൽ ഇൻകം കോൺസെപ്റ്റ് 3ാമത്തെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അതിൽ ഇതിൻ്റെ ബാക്കിയും അതുപോലെ തന്നെ ഇവിടെ സെക്ടറൽ കോമ്പോസിഷൻ ഓഫ് GDP കൂടിയും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. താങ്ക് യു.